സംസ്ഥാനത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ റെഡ് അലർട്ടാണ്. ആർക്കാണ് റെഡ് അലർട്ട് എന്നത് ഈ വാചകങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇന്നലെ കോൺഗ്രസിന്റെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ, ഒന്ന് പ്രതിപക്ഷ നേതാവ്, ഒന്ന് AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, അവരുടെ രണ്ടുപേരുടെയും വാചകങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. എന്നിട്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് വരാം. ഞാൻ ആലപ്പുഴയിൽ നിന്നുള്ള ജനങ്ങൾ ജയിപ്പിച്ച MP അല്ലേ. കേരളത്തിൽ ഞാൻ സജീവമായിട്ടുണ്ടാവും. പക്ഷേ ഏതെങ്കിലും കസേര നോക്കിയിട്ടുള്ള സജീവത്വമല്ല, പാർട്ടിയെ ശക്തിപ്പെടുത്തി പാർട്ടിയെ വിജയിപ്പിക്കാൻ, UDFനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സജീവത്വമാണ്. വീണ്ടും പറയുന്നു, ഏതെങ്കിലും കസേര നോക്കിയിട്ടല്ല ഞാൻ സജീവമാകും. കേരള രാഷ്ട്രീയത്തിൽ സജീവമാണ്. ഇന്ന് നല്ല റെഡ് അലർട്ടാന്ന് പറയുന്നത് അല്ലേ. നോക്കണം, മഴ പെയ്യുന്നോ. പ്രതിപക്ഷ നേതാവിന്റെ മുൻപിലേക്കാണോ ആ മഴ പെയ്തിറങ്ങുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നോക്കൂ, KC വേണുഗോപാൽ എത്ര ഭംഗിയായിട്ടാണ് കോൺഗ്രസിൽ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. കോൺഗ്രസിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. കോൺഗ്രസിൽ സ്വന്തം നില ഭദ്രമാക്കാൻ വേണ്ടി എത്ര ഭംഗിയായിട്ട് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഭീഷണിയായിരുന്ന K. സുധാകരനെ ആദ്യം തെറിപ്പിച്ചു. സുധാകരൻ ഇപ്പോൾ ചിത്രത്തിലേയില്ല. അതിനുശേഷം എന്താണ് സംഭവിച്ചത്? അതിനുശേഷം KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു വാക്ക് പോലും എതിർത്ത് പറയാത്ത സണ്ണി ജോസഫിനെ കൊണ്ടുവരുന്നു. യൂത്ത് കോൺഗ്രസ് കംപ്ലീറ്റ് ആയി പിടിച്ചെടുക്കുന്നു. അതിനുശേഷം ഭീഷണി അല്ലെങ്കിൽ ഒരു എതിർപ്പറിയിച്ച ഷാൻഡി ഉമ്മൻ ഇപ്പോൾ അരുണാചൽ പ്രദേശിലോ മേഘാലയയിലോ ഏതോ ഒരു നാട്ടിലേക്ക് എന്തോ ചുമതലയും കൊടുത്ത് പറഞ്ഞു വിടുന്നു. എതിർപ്പറിയിച്ച ഷമാ മുഹമ്മദിനെ ഗോവയിലേക്ക് പറഞ്ഞു വിടുന്നു. KC വേണുഗോപാൽ കോൺഗ്രസിൽ ഭംഗിയായി കളിക്കുകയാണ്. അടുത്ത പണി പ്രതിപക്ഷ നേതാവിനിട്ടാണോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അത് തിരിച്ചറിഞ്ഞാണോ ഇപ്പോൾ റെഡ് അലർട്ടാണ് എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത്? ഏതായാലും കേരള രാഷ്ട്രീയത്തിൽ സജീവമാകാനുള്ള KC വേണുഗോപാലിന്റെ തീരുമാനത്തിൽ കലങ്ങി മറിയുകയാണ് കോൺഗ്രസ് രാഷ്ട്രീയം. VD സതീശന് വൻ തിരിച്ചടി നൽകിയിരിക്കുന്നത്. KCയെ സ്വാഗതം ചെയ്യുകയാണ് സണ്ണി ജോസഫും K. മുരളീധരനും. KPCC പുനഃസംഘടനയിൽ ഭാരവാഹികളായവരിൽ ഭൂരിഭാഗവും KCയുടെ കൂട്ടുകാർ തന്നെയാണ്. PV കുട്ടൻ കോഴിക്കോട് നമ്മളോടൊപ്പം ചേരുകയാണ്. കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ നിലവിലത്തെ ഒരു സാധ്യതകൾ പങ്കുവയ്ക്കാനായി. കുട്ടൻ, ഗുഡ് മോർണിംഗ്. കോൺഗ്രസ് രാഷ്ട്രീയം ആകെ കലങ്ങി മറിയുന്നു. റെഡ് അലർട്ട് വരുന്നു. ആ റെഡ് അലർട്ട് പ്രതിപക്ഷ നേതാവിന്റെ മുൻപിലേക്കാണോ KC വേണുഗോപാൽ എത്തുമ്പോൾ വരുന്നത്? മനു, ഗുഡ് മോർണിംഗ്. വളരെ തന്ത്രപരമായാണ് KC വേണുഗോപാൽ കേരളത്തിലേക്ക് തിരിച്ചു വരുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, ബീഹാറിൽ ഇലക്ഷൻ നടക്കുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു രാഷ്ട്രീയ പോരാട്ടം, ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചുൾപ്പെടെ വളരെ നിർണായകമായ രാഷ്ട്രീയ പോരാട്ടം ബീഹാറിൽ നടക്കുന്നു. അവിടെ AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കേണ്ട നേതാവാണ് KC വേണുഗോപാൽ. പക്ഷേ നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി KC കേരളത്തിലെ കോൺഗ്രസിൻ്റെ ചെറിയ ചെറിയ പരിപാടികൾ പോലും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേരളത്തിലെ ഓരോ ജില്ലകളിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ കോഴിക്കോട് DCCയുടെ നേതൃത്വത്തിലുള്ളൊരു ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ളൊരു പ്രവർത്തകരുടെയും നേതാക്കളുടെയും ക്യാമ്പായിരുന്നു. ആ ക്യാമ്പിൻ്റെ ഉദ്ഘാടനത്തിനാണ് ദില്ലിയിൽ നിന്നും KC വേണുഗോപാൽ കോഴിക്കോട്ടേക്ക് എത്തിയത്. ഈ കോഴിക്കോട് വെച്ചാണ് അദ്ദേഹം വളരെ നിർണായകമായ പ്രഖ്യാപനം നടത്തിയത്. കേരള രാഷ്ട്രീയത്തിൽ താൻ സജീവമായി ഉണ്ടാകും. ആലപ്പുഴയിൽ നിന്നും ജനങ്ങൾ തിരഞ്ഞെടുത്ത MP ആണ് താൻ എന്ന് വളരെ മനോഹരമായി അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിലെ പല നേതാക്കളുടെയും നെഞ്ചിടിപ്പ് കൂടുന്നുണ്ട്. പക്ഷെ അതിലേറ്റവും തന്ത്രപരമായൊരു നീക്കം KC വേണുഗോപാൽ നടത്തിയത്, സാധാരണ ഇത്തരമൊരു പ്രഖ്യാപനങ്ങളൊക്കെ നടക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ എതിർക്കാനും അതോടൊപ്പം തന്നെ ഇടയാനുമൊക്കെ സാധ്യതയുള്ള നേതാവ് K. മുരളീധരനാണ്. മുരളീധരനെ ആദ്യം തന്നെ അദ്ദേഹം കൂടെ പിടിച്ച് മുരളിയുടെ തട്ടകത്തിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നുകൊണ്ടാണ് KC വേണുഗോപാൽ താൻ കേരളത്തിൽ സജീവമാകുമെന്നുള്ള പ്രഖ്യാപനം നടത്തുന്നത്. അതിന് തൊട്ട് പിന്നാലെ അതിനെ സജീവമായി സ്വാഗതം ചെയ്തുകൊണ്ട് K. മുരളീധരൻ രംഗത്ത് വരുന്നു. KPCC പ്രസിഡന്റ്, നേരത്തെ K. സുധാകരൻ്റെ വിശ്വസ്തനായിരുന്ന KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും അതേപോലെ തന്നെ KCയെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പ്രസ്താവന നടത്തി. ഇതൊക്കെ കോഴിക്കോട് വെച്ചാണ് നടന്നത്. അപ്പോൾ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടാണ് KC ഇങ്ങോട്ടേക്ക് വരുന്നത്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സജീവമായിക്കൊണ്ട് അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി കോൺഗ്രസിനകത്തെ കളം പിടിക്കുക എന്നുള്ള ലക്ഷ്യമാണ് KCയുടെ മനസ്സിലുള്ളത്. അത് വളരെ കൃത്യമായി എക്സിക്യൂട്ടീവ് ചെയ്യുന്നതിനുള്ള എല്ലാ പശ്ചാത്തല സൗകര്യങ്ങളും KC നേരത്തെ തന്നെ ഒരുക്കി കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യം തന്നെ യൂത്ത് കോൺഗ്രസ് സംഘടനാ സംവിധാനം മുഴുവൻ KC തൻ്റെ കയ്യിലേക്ക് ഒതുക്കുന്നു. ഈ സംഘടനാ തെരഞ്ഞെടുപ്പിൽ പോലും വലിയ സ്വാധീനമില്ലാതിരുന്ന ബിനുവിനെയൊക്കെ വർക്കിംഗ് പ്രസിഡന്റായി കൊണ്ടുവരുന്നു. ജനീഷിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായി കൊണ്ടുവരുന്നു. അതോടൊപ്പം തന്നെ അതിനുശേഷം നടന്ന KPCC പുനഃസംഘടനയിൽ നമുക്കറിയാം, ജംബോ കമ്മിറ്റിയാണ്, ജംബോ ഭാരവാഹി പട്ടികയാണ് വന്നിട്ടുള്ളതെങ്കിൽ പോലും അതിനകത്ത് പല നേതാക്കൾക്കും പരാതി ഉണ്ടെങ്കിലും എല്ലാം KC വേണുഗോപാലിൻ്റെ ആൾക്കാർക്ക് വളരെ കൃത്യമായ അക്കോമഡേഷൻ ലഭിക്കുന്നുണ്ട്. നേരത്തെ നമുക്കറിയാം, ദേശീയ നേതൃത്വത്തിലേക്ക് പോകുന്നതിന് മുമ്പ് I ഗ്രൂപ്പിൻ്റെ സജീവ നേതാവായിരുന്നു. ആ ഗ്രൂപ്പിനെ തന്നെ മുന്നോട്ട് നയിച്ച പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു KC വേണുഗോപാൽ. പക്ഷേ അദ്ദേഹം ദില്ലിയിലേക്ക് ദേശീയ നേതൃത്വത്തിലേക്ക് പോയതിനു ശേഷം കേരളത്തിലെ രാഷ്ട്രീയത്തിൽ അങ്ങനെ വളരെയധികം സജീവം ആകാറില്ലായിരുന്നു. പക്ഷെ അന്ന് പിന്നീട്
വി.ഡി. സതീശനെ പ്രതിപക്ഷ നേതാവായി കൊണ്ടുവന്ന് ഉമ്മൻചാണ്ടിയെ വെട്ടിയാണ് വി.ഡി. പ്രതിപക്ഷ നേതാവാകുന്നത്. അതിന് സ്വാഭാവികമായും കെ.സിയുടെ പിന്തുണയോടുകൂടിയാണ് വി.ഡി. വരുന്നത്. അങ്ങനെ വി.ഡി. സതീശനെ ഉപയോഗിച്ചുകൊണ്ട് റിമോട്ട് കൺട്രോൾ ഭരണമായിരുന്നു കേരളത്തിലെ കോൺഗ്രസിൽ കെ.സി. വേണുഗോപാൽ നടത്തിയതെങ്കിൽ ഇപ്പോൾ പൂർണ്ണമായും വി.ഡിയെ തന്നെ അവഗണിച്ചുകൊണ്ട്, പ്രതിപക്ഷ നേതാവിനെ അവഗണിച്ചുകൊണ്ട് മറ്റ് നേതാക്കളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് കെ.സി. തന്നെ രംഗത്തേക്ക് ഇറങ്ങുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ, നമുക്കറിയാം AICCയിൽ ഏറ്റവും സ്വാധീനമുള്ള രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വിശ്വസ്തനാണ് കെ.സി. വേണുഗോപാൽ. അതുകൊണ്ട് തന്നെ കാര്യമായ എതിർപ്പൊന്നും പ്രകടിപ്പിക്കാതെ കേസ് സജീവമാകുന്നു എന്നറിഞ്ഞ ഉടൻ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ കെ.സിയുടെ ഭാഗത്തേക്ക് പോവുകയാണ്. ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള നേരത്തെ വി.ഡി. സതീശൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ പവർ ഗ്രൂപ്പ് വളരെ മുമ്പേ തന്നെ കെ.സി. ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നറിഞ്ഞ ഘട്ടം മുതൽ തന്നെ കെ.സിയുടെ ഭാഗത്തേക്ക് മാറുന്നു. അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ, പ്രതിപക്ഷ നേതാവ് ശക്തമായി എതിർത്തിട്ട് പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് ഒരു ദിവസം എത്തിയത് പോലും കെ.സിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്ന് കോൺഗ്രസ് വൃത്തങ്ങളിൽ സജീവമായ ചർച്ചയുണ്ട്. ഏതായാലും പഞ്ചായത്ത് ഇലക്ഷനോടുകൂടി സജീവമായി പിന്നീട് നിയമസഭാ ഇലക്ഷൻ വരുമ്പോഴേക്ക് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ കരുത്തനായി കളം പിടിക്കാനാണ് കെ.സിയുടെ തീരുമാനം. ഏതായാലും കോൺഗ്രസിനകത്ത് വലിയ പ്രത്യാഘാതങ്ങളും വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളും ഈ തീരുമാനങ്ങൾ വഴി ഉണ്ടാകും. മനു, തീർച്ചയായും അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കുട്ടൻ, അടി ഇവിടെ കൊണ്ടൊന്ന് അവസാനിക്കുന്ന, അടി തുടങ്ങി വടിവെട്ടാൻ പോയിട്ടേ ഉള്ളൂ, അടി ഇനിയാണ് കാണാൻ കിടക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ നേതാക്കളെയൊക്കെ കൂടെ പിടിച്ചു നിർത്തുന്നുണ്ട്, അല്ലെങ്കിൽ കെ.സിയുടെ പാർട്ടിക്കുള്ളിലെ ഒരു പവർ തിരിച്ചറിഞ്ഞ ഹൈക്കമാൻഡിലെ ഒരു പിടി തിരിച്ചറിഞ്ഞ നേതാക്കളൊക്കെ കെ.സിയോടൊപ്പം നിൽക്കുന്നുണ്ട്. പക്ഷേ അടിത്തട്ടിൽ സംഘടന വേണ്ടേ എന്നേ. ഈ നേതാക്കളെ 100 നേതാക്കൾ വേദിയിലുണ്ടായിട്ട് കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വിശ്വാസ സംരക്ഷണ യാത്ര സംഘടിപ്പിച്ചു, 100 പേര് വേദിയിലിരിക്കുന്നുണ്ട്, താഴെ സരസിൽ 10 പേരേ ഉള്ളൂ. ഈ സംഘടനയില്ലാതെ ഇവർ കണ്ട് എന്ത് ചെയ്യും, എന്ത് കാര്യം? അതിനെക്കുറിച്ച് ചിന്ത വരുന്നില്ലല്ലോ. പല പരിപാടികൾക്കകത്തും, കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന പല പരിപാടികൾക്കകത്തും ഇത് തന്നെയാണ്. അത് പലതരത്തിൽ സോഷ്യൽ മീഡിയയിൽ ട്രോളായിട്ടൊക്കെ നമ്മൾ കാണാറുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ പല പ്രധാനപ്പെട്ട നേതാക്കളും വലിയ വിമർശനം ഉന്നയിക്കുന്നു. കാരണം ഈ ജംബോ ഭാരവാഹി പട്ടികയിലുള്ള നേതാക്കളൊക്കെ സ്റ്റേജിലിരിക്കുമ്പോൾ തന്നെ 100-300 ആൾക്കാർ സ്റ്റേജിലാവും. സദസ്സിൽ 10-50 പേർ മാത്രമുള്ളൊരു, അത് പണ്ട് മുതലേ കോൺഗ്രസിനെ കുറിച്ച് പറയുന്നതാണ്. ഇപ്പോൾ അത് കൂടുതൽ സജീവമാകുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കെ.സിയുടെ വരവിനെ വി.ഡി. സതീശൻ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ്. കാരണം കെ.സി കഴിഞ്ഞ കുറേ കാലങ്ങളായി ദില്ലിയിലാണ്, ദേശീയ രാഷ്ട്രീയം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു, ദില്ലി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. അതേസമയം തന്നെ വി.ഡി. സതീശനും ഇവിടെ കോൺഗ്രസിനകത്ത് കാര്യമായ ഗ്രൂപ്പ് പ്രവർത്തനം നടത്തിക്കൊണ്ട് ഒരു സംവിധാനം അദ്ദേഹം സമാന്തരമായി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇനിയുള്ള പോരാട്ടം എന്നുള്ളത് കെ.സി. വേണുഗോപാലും വി.ഡി. സതീശനും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടത്തിലേക്കായിരിക്കും സ്വാഭാവികമായും കേരളത്തിലെ കോൺഗ്രസ് പോവുക. അപ്പോൾ അതിലാരാണ് വിജയിക്കുക എന്നുള്ളതാണ്. അത് എത്രത്തോളം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും, സംഘടനാ സംവിധാനത്തിൽ തന്നെ ആകെ തകർക്കുന്ന രീതിയിലേക്കൊക്കെ ഈ ഒരു പോരാട്ടം മാറിയേക്കും. കാരണം വി.ഡി. സതീശൻ്റെ ഇന്നലത്തെ പ്രസ്താവനയിൽ തന്നെ അത് പരിഹാസമാണോ അല്ലെങ്കിൽ സങ്കടമാണോ എന്നൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. പാലക്കാട് നിന്ന് റെഡ് അലർട്ടാണ് എന്ന്, അത് സ്വാഭാവികമായും കെ.സി. വേണുഗോപാലിൻ്റെ കേരള രാഷ്ട്രീയത്തിൽ സജീവമാകാൻ ഉള്ള പ്രഖ്യാപനത്തെക്കുറിച്ചൊരു വളരെ കൃത്യമായ രാഷ്ട്രീയ ചോദ്യമാണ് മാധ്യമപ്രവർത്തകർ വി.ഡി. സതീശനോട് ചോദിച്ചത്. ആ ഘട്ടത്തിൽ ഇത്തരമൊരു മറുപടിയാണോ വി.ഡി. കൊടുക്കേണ്ടത്? പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് കൂടിയാണ്. അദ്ദേഹം ഒരു AICC ഭാരവാഹി കേരളത്തിലേക്ക് വരുന്നതിനെ പറ്റി ഈ ഒരു പരിഹാസ രൂപേണയുള്ള മറുപടിയാണോ കൊടുക്കേണ്ടതെന്ന് സംബന്ധിച്ച് കോൺഗ്രസിനകത്ത് തന്നെ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഏതായാലും ഇനി നമുക്ക് കാണാൻ വേണ്ടി പോകുന്നത് ഈ 2 നേതാക്കൾ തമ്മിലുള്ള പോരുകളായിരിക്കും. അതിൽ ആരുടെയൊക്കെ കൂടെ ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് ഗോദയിൽ നേരിട്ട് കാണാം. മനു, ശരി, ആരുടെയൊക്കെ കൂടെ ആയിരിക്കും, ആരുടെയൊക്കെ കാൽ ആരൊക്കെ വരും, ഇത് രസകരമായൊരു കാര്യം തന്നെയാണ്. ഇനി ആരൊക്കെ അരുണാചൽ പ്രദേശിലും ഹിമാചൽ പ്രദേശിലും ഒക്കെ പോകും, അതും കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. ചാണ്ടി ഉമ്മനെ ഏതായാലും പാക്ക് ചെയ്തിരിക്കുന്നു ഹിമാചൽ പ്രദേശിലേക്കോ അരുണാചൽ പ്രദേശിലോ എങ്ങാണ്ടൊക്കെ. അരുണാചൽ പ്രദേശും ഒപ്പം തന്നെ മേഘാലയയുടെയും ചുമതലയാണ്. രസകരമാണ് കാര്യങ്ങൾ. എതിർ ശബ്ദമുയർത്തിയാൽ അവർ നേരെ പ്രൊമോഷൻ എന്ന രീതിയിൽ അവരെ മനോഹരമായി പൂട്ടിക്കെട്ടുന്ന ഇടപാട് വളരെ തന്ത്രപരമായി കെ.സി. വേണുഗോപാൽ കോൺഗ്രസിനുള്ളിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേതാക്കളെയൊക്കെ ഇപ്പോൾ കൂടെ നിർത്താൻ കെ.സി. വേണുഗോപാലിന് കഴിഞ്ഞിട്ടുണ്ട്. കൂടെ നിർത്തുക എന്നതിനപ്പുറത്തേക്ക് ഹൈക്കമാൻഡിലുള്ള കെ.സി. വേണുഗോപാലിന്റെ ഒരു സ്വാധീനം കണ്ട് നേതാക്കളൊക്കെ സ്വാഭാവികമായും കൂടെ പോയതാണ്. വി.ഡി. സതീശൻ ഏകദേശം ഒരു വഴിയാകുന്ന ലക്ഷണമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ അദ്ദേഹം പറഞ്ഞത് റെഡ് അലർട്ടാണ് എന്ന് പരിഹസിച്ചുകൊണ്ട് തന്നെ. അതിൽ കൃത്യമായ പരിഹാസമുണ്ട്, കൃത്യമായ അതൃപ്തിയുണ്ട്, അത് പങ്കുവയ്ക്കുകയും ചെയ്തത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇനിയൊരു വി.ഡി. സതീശൻ കെ.സി. വേണുഗോപാൽ പോരാണോ കോൺഗ്രസിൽ ഉണ്ടാകാൻ പോകുന്നത്? ആ ചോദ്യമാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം കോൺഗ്രസിനോട് ചോദിക്കുന്നത്. നമുക്ക് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം.